ട്രീറ്റ് ചെയ്തു. ഉം. എന്തായിരിക്കും വീട്ടിൽ പോയി പറയുന്നത്? രാജകീയമായ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയെന്നല്ലേ പറയുന്നേ? ആ, ആയിരിക്കാം. ഏഹ്? ആ, നല്ല വേഷം ഇട്ട ഒരാള് ഒരു പെൺകുട്ടി, ആൺകുട്ടി വന്നാ പ്രിൻസിനെ പോലെ ഇരിക്കുന്നല്ലോ, പ്രിൻസസിനെ പോലെ ഇരിക്കുന്നതല്ലേ പറയുന്നേ? ആ, അതെ. നമ്മളിതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നേ. ഉം. നമുക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഒരു മൂല്യബോധം ഉണ്ടാകുന്ന ഒന്നും തന്നെയും നമ്മുടെ വീടുകളിൽ നിന്ന് ലഭിക്കുന്നില്ല. അത് കിട്ടാനുള്ള സാധ്യതയില്ല. ഉം. കാരണം ഏതെങ്കിലും ജാതിക്കും മതത്തിനും അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ്. അവരാരെങ്കിലും പൗരരായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ വീടുകളിൽ ജനിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് അവിടെ എപ്പോഴെങ്കിലും, ഞാൻ പറഞ്ഞ എപ്പോഴെങ്കിലും ഈ രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്ന രാഷ്ട്രീയക്കാർ, നിങ്ങൾ പഠിച്ചിട്ട് രാഷ്ട്രീയക്കാരനാകണമെന്ന് ഏതെങ്കിലും ഒരു അധ്യാപകൻ എന്നെങ്കിലും ഏതെങ്കിലും കുട്ടിയോട് പറഞ്ഞ കേട്ട് ഇയാൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ജോലിക്കാരെ, കൂലിക്കാരെ, അടിമകളെ അല്ല. അനുസരണയുള്ളവരാക്കി വളർത്തുന്നവരെ അല്ലയോ നമ്മൾ വളർത്തുന്നേ. അപ്പൊ അതിനകത്തുനിന്ന് കുതറിയവരാണ് ആ പറയുന്നത്. ഇന്നത്തെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരായിട്ട് അവർ വരേണ്ടവരാണ്. ആ വരേണ്ടവരെ എതിര് പിടിച്ച് പറയുന്നതിന്റെ കാര്യം അവരുടെ മുന്നിലുള്ള മോഡൽ എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഉം. കള്ളം ചെയ്യുന്നവർ, അഴിമതി ചെയ്യുന്നവരെ പറ്റിയുള്ള കഥകൾ മാത്രമേ നമ്മുടെ പത്രങ്ങളിലെല്ലാം ഉള്ളൂ. ന്യൂസ് എന്ന് പറഞ്ഞ് വായിക്കുന്നത് എന്താണ്? അതെ. അപ്പൊ പിന്നെ എങ്ങനെയാണ്, അല്ലാതെ എന്ത് ആധുനിക ജനാധിപത്യ ബോധമുള്ള മനുഷ്യരായി മാറുന്നതിന് കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസവും നമ്മൾ ഒരു സ്കൂളിലും കൊടുക്കുന്നില്ല. ഉം. ആ കൊടുക്കാതിരുന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കുന്നവരെ കുറ്റം പറയുകയാണ്. ഇപ്പൊ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ആ, പക്ഷെ അതാ ചെയ്തത്. ആയിരിക്കാം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ രാഷ്ട്രീയം വേണം എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണല്ലോ, പക്ഷെ ഒരു ബോധം പിന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. നമുക്ക് രാഷ്ട്രീയം വേണം എന്നുള്ളതല്ല, രാഷ്ട്രീയക്കാരല്ലാത്ത ഒരാള് ജനാധിപത്യത്തിനകത്ത് ഉണ്ടായിക്കൂടാ. ഉം. എല്ലാവർക്കും ഒരു വോട്ടുള്ളതല്ലേ. അതെ. അപ്പൊ രാഷ്ട്രീയ അവബോധം ഉണ്ടാകണ്ടേ. പക്ഷെ വോട്ട് ആർക്ക് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന് പ്രോഡക്റ്റ് ആയിട്ട് നമ്മളിപ്പോ കാണുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാരല്ല എന്ന് പറയുന്നതിൽ അവർ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കാൻ അവരെ പഠിപ്പിച്ചവരാണ് വീടുകളിലും സ്കൂളുകളിലും ഉള്ളവർ. ഉം. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ വരും. ഇപ്പം താനും ഞാനും മലയാളത്തിലിരുന്ന് സംസാരിക്കുന്നത്. ഉം. നമ്മൾ രണ്ടുപേരും മലയാള ഭാഷ പഠിച്ചത് നമ്മുടെ തെരഞ്ഞെടുപ്പാണോ? അല്ല. ഇത്ര ലളിതമല്ലേ ഉള്ളൂ. അതെ. നമ്മൾ ഏതെങ്കിലും ഒരു ജാതിക്കോ മതത്തിനകത്തോ വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പാണോ? അല്ല. പിന്നെ അങ്ങനെ പ്രോഡക്റ്റ് ആയിരിക്കുന്നവരല്ലേ നമ്മളല്ല. ഉൽപ്പന്നമാണ്. നമ്മുടെ നേരത്തെ ഉള്ളവരുടെ ഉൽപ്പന്നമാണ് നമ്മൾ. ആ ഉൽപ്പന്നമായി നമ്മൾ ഇങ്ങനെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം അച്ഛനും അമ്മയും ഈ അധ്യാപകരും ഈ നാട്ടിലെ മറ്റു മനുഷ്യരാ. നിങ്ങൾ ഈ എന്താണ് അഡൽട്ട് എന്ന് നമ്മൾ പറയാവുന്ന ആൾക്കാർ മുഴുവനും ഉത്തരവാദികളാണ്. ഉം. അതിപ്പോ അല്ലാതെ കുട്ടികളെ എങ്ങനെ നമ്മളത് പറയും? ശരി, മനസ്സിലായി. ആ, ഇപ്പൊ ഇതുപോലെ ഒരാൾ വരികയാണ്, ഒരു ജെൻസി ഒരു കിഡ് സാറിന്റെ അടുത്ത് വരികയാണ്, വന്നിട്ട് പറയുന്നു ഞാൻ പൊളിറ്റിക്കലാണ്, എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ തിരുത്തുമായിരിക്കും അയാളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക? ഞാനിപ്പോ ജനാധിപത്യം എന്താണെന്ന് ഞാൻ ആദ്യം അയാളോട് പറയും. ഉം. വോട്ടിങ്ങിന്റെ ഒരു. എങ്ങനെയാണ് അധികാരം, ഏഹ്, കേന്ദ്രീകൃതമായിട്ടിരുന്ന അധികാരമാണ് രാജാവിനുണ്ടായിരുന്നത്. ഉം. ആ രാജാവിന്റെ അധികാരം ഒരു വോട്ടായി എല്ലാവർക്കും കൊടുത്തതാണ്. ഉം. ആ വോട്ട് കിട്ടിയത് 1950 അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇന്ത്യയിൽ വോട്ടിംഗ് ഇല്ല. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പോക്കറ്റുകളിൽ ഉം. ചില രാജാവിന്റെ സഭകളിലേക്ക് ചില തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഉം. പക്ഷെ അതൊന്നും നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള ജനാധിപത്യ സംസ്കാരമുള്ള ഒരു വോട്ടവേ അല്ല. ടാക്സ് കൂടുതൽ കൊടുക്കുന്നവർക്ക് 2-3 വോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനത്തെ വോട്ടുകളായിരുന്നു. അപ്പൊ അതൊക്കെ വേറെ തരംതിരിവിൻ്റെതായ യുക്തികളായിരുന്നു. അങ്ങനല്ലാത്ത ഈ നിലവാരത്തിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി നമ്മൾ ഭരണഘടനാപരമായി ഉണ്ടായതിന് ശേഷം ഉം. ഉണ്ടായ ആളുകളോട് ഇത് പഠിപ്പിക്കുക എന്ന് പറയുന്ന പണി ഒരു കാലത്തും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സ്കൂളുകളിലും കോളേജുകളിലാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ആവശ്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് എല്ലാവരും കൂടി ഇവിടെ വന്നാലും ഇന്ത്യ ഭരിക്കാൻ എളുപ്പമല്ല. ഉം. അപ്പൊ ഇന്ത്യക്കാരെ കുറച്ച് പേരെ അവരുടെ ഉദ്യോഗസ്ഥരായിട്ട് ആവശ്യമുണ്ട്. അവർക്ക് കുറച്ച് ഗൂമസ്തന്മാരെ ആവശ്യമുണ്ട്. കുറച്ച് ജോലിക്കാരെ ആവശ്യമുണ്ട്. അത്രയും പേരെ ഉണ്ടാക്കാനായിട്ട് വേണ്ടി അവരുണ്ടാക്കിയ സ്കൂൾ സിസ്റ്റമാണ്. അല്ലാതെ പൗരബോധം ഉണ്ടാകുന്ന ഒന്നും അവർ പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഫാക്ടറിയിലെ തൊഴിലാളികളെ ആവശ്യമുണ്ട് അവർക്ക്. ഉദ്യോഗസ്ഥരായിട്ട് അവർക്ക് പകരം ഭരിക്കാനായിട്ട് വേണ്ടി അവരുടെ വടിയാകാൻ വേണ്ടിയുള്ള പോലീസുകാരാകുക, അവരുടെ വടിയാകാൻ വേണ്ടിയുള്ള പട്ടാളക്കാരാകുക ആയിട്ടുള്ളവർ മാത്രമാണ് അവർ എടുക്കുന്നത്. അതുകൊണ്ടാണ് പരീക്ഷയൊക്കെ ഇട്ടത്. എന്തിനാണ് പരീക്ഷകളെ വെക്കുന്നത്? പഠിക്കുന്നവരിൽ കുറച്ച് പേരെ മതി അവർക്ക്, എല്ലാവരും വേണ്ട. അല്ല, ഇപ്പൊ പറഞ്ഞു വരുന്നത് ബ്രിട്ടീഷുകാർ പോയെടുത്ത് നിന്ന് നമ്മള്. ഇതുവരെ പോയിട്ടില്ല.
പോയിട്ടില്ല. ബ്രിട്ടീഷുകാർ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ. നമ്മളല്ല, ഇയാൾ പഠിച്ച് ഉം. ഇയാൾ ജോലിക്കല്ലയോ പഠിച്ചിട്ടുള്ളേ, ഉം. ഇല്ല പൗരബോധത്തിന് പഠിച്ചിട്ടുണ്ടോ? ഈ പഠിച്ചു. പഠിച്ചെടുത്തത് ഇയാളെ പൗരബോധം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ചുറ്റുപാട് നിന്ന് പഠിച്ചതാണ്. അതാണ് ചുറ്റുപാടുന്നാ പഠിച്ചിട്ടുള്ളേ. ഉം. ആ ചുറ്റുപാട് എന്നുള്ളത് ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേത് സ്വാതന്ത്ര്യ സമരത്തിനോട് ബന്ധപ്പെട്ട് ആളുകൾ സ്വാഭാവികമായി രാഷ്ട്രീയക്കാരായി മാറുകയും സമരങ്ങൾ ഉണ്ടാവുകയും ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ടുണ്ടായ അവരെല്ലാവരും ഐക്യപ്പെട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തവരുടെ ഒരു ലോകത്തായിരുന്നു. ഇപ്പൊ ഞാൻ ജനിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലാണ്. എൻ്റെ ചേട്ടന്മാരെല്ലാം രാജഭരണത്തിന് കീഴിലാണ്. ഓ. അപ്പൊ അങ്ങനെ വന്ന ഒരു സ്ഥലത്ത് ജനിച്ച ഒരു പൗരനായി ജനിച്ചു പോയ ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ വീട്ടിനകത്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, ഉം. അവരത് പഠിപ്പിച്ചിട്ടില്ല. അവരെല്ലാവരും ചെയ്തിട്ടുള്ളത് പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ചിട്ട് ജോലിക്ക് പഠിക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ അന്യഥ അതുവരെ ഉണ്ടായിരുന്ന സമരങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാരുടെ വരികളൊക്കെ അന്ന് കുറച്ചുകൂടെ കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മൾ കേട്ടത് കാരണം കൊണ്ട് അതിനകത്ത് ആകൃഷ്ടരായി പഠിച്ചു പോയ കുറച്ച് രാഷ്ട്രീയ ബോധം ഉണ്ടായിപ്പോയി എന്നുള്ളതല്ലാതെ നമ്മൾ രൂപപ്പെടുത്തുന്നതിനകത്തില്ല. നമ്മുടെ കരിക്കുലത്തിലേക്ക് രാഷ്ട്രീയം വന്നിട്ടില്ല. ഇന്നും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലിക്കാരായിട്ട് ഞാൻ അതുകൊണ്ടായിരുന്നു പണ്ട് 7ാം ക്ലാസ്സിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഉം. എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തരയിലുള്ള ഫസ്റ്റ് ഗുമസ്തന്മാരെന്ന് നമ്മൾ പറയുന്നവരുടെ ലോകത്താണ്. അതിൻ്റെയും കൂടെ മുകളിലായിട്ട് ഒരു ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉയർന്ന ഇതിനകത്ത് 10ാം ക്ലാസ്സിനകത്ത് പോകാം. അതുകൊണ്ട് 10ാം ക്ലാസ്സിന് ഭയങ്കര പ്രാധാന്യം, ഇന്നും പ്രാധാന്യമാണ്. എന്തുവാന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. ഈ ജോലി കിട്ടാൻ ആദ്യത്തെ പടി എന്നുള്ള നിലവാരത്തിലായിരുന്നു. പഠിക്കുന്ന ജോലി കിട്ടാനാണെന്നുള്ളതിന് സംശയരഹിതമായി അറിയുന്നവരല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ BAക്കും BSCയും പഠിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരാകാം. പക്ഷെ അവരുടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി മാറണമെന്നുണ്ടെങ്കിൽ പരീക്ഷ ഇവിടെ എഴുതിയാൽ പോരാ, ഇംഗ്ലണ്ടിൽ എഴുതണം. IAS, IFS, IPS ഇതെല്ലാം ഇംഗ്ലണ്ടിലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആകെ പറ്റിയത് ആ ഇംഗ്ലണ്ടിലുള്ള പരീക്ഷ ഇങ്ങോട്ട് മാറ്റി എന്നുള്ളത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. പഠിച്ചത് മുഴുവൻ അങ്ങനെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഈ ലോകത്തെല്ലായിടത്തും ആളുകൾ പഠിക്കുന്നത് അങ്ങനല്ല. ജോലിക്ക്, നല്ലൊരു അതാണ് ജോലിക്കോ. വിദ്യാഭ്യാസമൊക്കെ ലോകത്തൊക്കെ എത്രയോ മാറിപ്പോയി. ഓക്കെ. നമുക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല. നമ്മൾ ഈ കറുത്ത കുടയും പിടിച്ച് നടക്കുന്നവരെ പോലെയാണ്. ഇംഗ്ലീഷുകാർ കറുത്ത കുട പിടിച്ചിരുന്നു, അതുകൊണ്ട് നമ്മളും കറുത്ത കുട പിടിക്കുന്നു. പലതരത്തിലെ കുടയൊക്കെ ഇപ്പം പല നിറമുള്ള കുടയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും അത് കുട്ടികൾ പിടിക്കുന്നത് എന്താണെന്നാണ് ഇപ്പോഴും ആളുകൾ വിചാരിക്കുന്നത്. ഇപ്പോഴും ഈ ഇവിടുത്തെ വക്കീലന്മാരെല്ലാം കറുത്ത കോട്ട് വിട്ട് നിൽക്കത്തില്ലേ, വിഗ് വെക്കുന്നില്ലെന്ന് ഒഴിച്ച് ബാക്കി എല്ലാ ഇവിടുത്തെ ജഡ്ജിമാരെല്ലാവരും ഇംഗ്ലണ്ടിൽ നിന്ന് പഠിപ്പിച്ച് തന്നെയല്ലേ ചെയ്യുന്നത്. യുവർ ഓണർ എന്നൊക്കെ അല്ലയോ പറയുന്നത്. ഇയാൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും ഇന്ത്യക്കാർ അറിഞ്ഞിട്ടില്ല ഇതുവരെ. 1950 ഭരണഘടന പ്രഖ്യാപിച്ചു, 26ാം തീയതി പ്രഖ്യാപിച്ചു എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. 27ാം തീയതി വില്ലേജ് ഓഫീസിൽ പോയ ഒരാൾക്ക് ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് തോന്നിയിട്ടുണ്ടോ? അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് ഈ വന്നിരിക്കുന്ന ആൾ ഇന്നലെ വന്ന ആൾ പ്രജയായിരുന്നു, ഇന്ന് വന്നത് പൗരനാണ് എന്നറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കോടതിയിൽ അറിഞ്ഞിട്ടുണ്ടോ ഇവര് ഇന്ന് പൗരരാണ് ഇന്നലെ പ്രജയായിരുന്നു എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ജഡ്ജി ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അറിഞ്ഞ ഏതെങ്കിലും ജഡ്ജി ലോകത്തുണ്ടോ? അല്ല, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം മാറിക്കൊണ്ടിരിക്കുന്നതല്ലോ, ഇത് ഭരണഘടനാപരമായി അവകാശം കിട്ടിയവരല്ലേ. അപ്പൊ മാറിക്കൊണ്ടിരുന്നാൽ മതി. കുറേശ്ശെ അവകാശം കിട്ടുമോ? ഇന്നലെ 1/4 അവകാശം, അതിനുശേഷം 1/2 ഇഞ്ച് അവകാശം എന്ന് പറഞ്ഞ അവകാശം ഉണ്ടോ? അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ മുന്നേ ഒക്കെ നമ്മളൊരു സർക്കാർ ഓഫീസിലൊക്കെ ചെല്ലുകയായിരുന്നുണ്ടെങ്കിൽ ആളുകൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇയാളെ എപ്പോഴാണ് തനിക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്ന് നമ്മൾ ഈ 1950 ശേഷം ഉണ്ടായ ആള്, ജനിച്ചവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. 10, 25, 30 വയസ്സായ ആൾക്കാര് തലേതൊരു ഓഫീസിൽ പോയിട്ടില്ലേ? അത് ബ്രിട്ടീഷുകാരുടെ ഓഫീസല്ലായിരുന്നോ? ഇത് ഇന്ത്യക്കാരുടെ ഓഫീസാണെന്ന് അനുഭവിച്ച ആരാണെന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഇന്ത്യയിൽ ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല. അന്ന് തൊട്ട് അപേക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും നമ്മളത് എഴുതി കൊടുക്കൊണ്ടിരിക്കുന്നത്. താഴ്മയായി കീഴ്മയായിട്ട് അവകാശമുള്ളവരായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ആ കിടക്കുന്ന കസേരയിൽ ഇരിക്കാൻ അവകാശം ഉണ്ടെന്ന് ഇയാൾക്ക് തോന്നാറുണ്ടോ? അവിടുത്തെ പോലീസുകാരൻ ഇരിക്ക് എന്ന് പറയാതെ ഇരുന്നിട്ടുണ്ടോ? ഈ അടുത്തൊന്നും പോലീസ് സ്റ്റേഷനിൽ പക്ഷെ ഇപ്പോഴും ഒരു ഓഫീസിൽ പോയാലത്തെ സ്ഥിതിയാ ഞാൻ ഈ പറയുന്നത്. കസേര നീക്കിയിട്ട് ഇരിക്കാൻ ഇന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ലാത്ത ഓഫീസുകളാണ്. ഇന്ത്യക്കാരറിഞ്ഞിട്ടില്ല, ഇന്ത്യക്കാരുണ്ടായിട്ടില്ല. കുറച്ച് ബ്രിട്ടീഷ് വിരുദ്ധരായ മനുഷ്യരുണ്ടായിരുന്നു.
അവർ മൈത്രേയനെ കോളേജ് കാലം മുതൽ പരിചയമുള്ള വ്യക്തിയാണ് സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ്. അദ്ദേഹം മൈത്രേയനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പല ഇന്റർവ്യൂകളിലും തന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മൈത്രേയന് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കനി കുസൃതിയുടെ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഭൂരിപക്ഷത്തിന്റെ വാക്കുകൾക്ക് വിധേയപ്പെടുന്നുവെങ്കിൽ അതൊരു ഭീരുത്വമാണ്. അന്യരുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളുമൊക്കെ അന്ധമായി അനുകരിക്കുന്നവർ അടിമത്വത്തിൽ ജീവിക്കുന്നവരാണെന്നും മൈത്രേയനെയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും കുറിച്ച് അഷ്റഫ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അഭിനയ വീക്ഷണം പോലെ തന്നെ വ്യത്യസ്തമാണ് കനി കുസൃതിയുടെ ജീവിത വീക്ഷണവും. താലികെട്ടി കരാറടിസ്ഥാനത്തിൽ ജീവിക്കുന്നതിൽ അവർക്ക് വിശ്വാസവുമില്ല, താല്പര്യവുമില്ല. അവർ ഇഷ്ടപ്പെടുന്നവരോടായാലും അവരെ ഇഷ്ടപ്പെടുന്നവരോടായാലും തന്റെ ഈ നിലപാട് ആദ്യമേ തന്നെ കനി തുറന്നു പറയാറുണ്ട്. ലിവിംഗ് ടുഗദറായി ജീവിച്ചാലും ഒരു കുട്ടിയെ പ്രസവിക്കാൻ അവർ തയ്യാറല്ല എന്നും പലപ്പോഴും കനി വ്യക്തമാക്കിയിട്ടുണ്ട്.